അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇന്ന് എല്ലാവരുടെയും ചർച്ച ഹൈക്കമാൻഡ് പുറത്തുവിടുന്ന ലിസ്റ്റിനെ കുറിച്ചാണ്. എൻ്റെയും ചിന്ത അത് തന്നെയാണ്. ഇന്ന് ഹൈക്കമാൻഡ് പുറത്തുവിടുന്ന ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ എൻ്റെ പേരുണ്ടാകുമോ? ആ ലിസ്റ്റിൽ ഇടം നേടി സ്വർഗത്തിലെത്താനുള്ള നല്ല കാൻഡിഡേറ്റ് ആകാൻ എനിക്ക് പറ്റുമോ? ഹൈക്കമാൻഡ് എനിക്ക് വലിയ സാഹചര്യം ഒരുക്കി തന്നിരുന്നു. നരകത്തിൻ്റെ വാതിലുകൾ കൊട്ടിയടച്ചു, പിശാചുകളെയൊക്കെ ചങ്ങലക്കിട്ടു, സ്വർഗത്തിൻ്റെ എല്ലാ വാതിലുകളും മലർക്ക തുറന്നു. റയ്യാൻ എന്ന വാതിൽ പ്രത്യേകമായി ഒരുക്കി വെച്ചു, അലങ്കരിച്ചു. എന്നിട്ടോ എനിക്കതിലൂടെ പ്രവേശിക്കാനായോ? പ്രിയപ്പെട്ടവരെ, നാം പരിശോധിക്കണം, നമുക്ക് സാധിച്ചോ ഇല്ലയോ. 4 കാര്യങ്ങൾ വിലയിരുത്തിയാൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. 1, സത്യസന്ധമായ തൗബ, അത് നമുക്ക് പറ്റിയിട്ടുണ്ടോ? 2, ചെയ്ത ഇബാദത്തുകളിലൊക്കെ ഇഖ്ലാസ്, ഈമാൻ, ഇഹ്തിസാബ് ഉണ്ടായിട്ടുണ്ടോ? 3, അള്ളാഹുവിനോട് ധാരാളമായി സ്വർഗത്തിലെത്താനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനും നാം ചോദിച്ചിട്ടുണ്ടോ? 4, സദഖകൾ, കുടുംബബന്ധം പുലർത്തൽ, ഖുർആനുമായുള്ള ബന്ധം, ഇത്തരത്തിലുള്ള കാര്യങ്ങളിലൊക്കെ നമുക്ക് ശുഷ്കാന്തി ഉണ്ടായിട്ടുണ്ടോ? എങ്കിൽ തീർച്ചയാണ് നമ്മുടെ പേരും ഹൈക്കമാൻഡ് എന്ന് പുറത്തുവിടുന്ന ലിസ്റ്റിൽ ഉണ്ടാകട്ടെ. സഹോദരങ്ങളെ, അവസാനിപ്പിക്കരുത്. ഒരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, ഒരാൾ 3 പ്രാവശ്യം സ്വർഗം ചോദിച്ചാൽ സ്വർഗം പറയും, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അവനെ നീ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമേ എന്ന്. ഒരാൾ ഒരു ദിവസം 3 പ്രാവശ്യം നരകത്തിൽ നിന്ന് കാവലിന് ചോദിച്ചാൽ നരകം പറയും, അല്ലാഹുമ്മ അജിർഹു മിനന്നാർ, അവനെ നരകത്തിൽ നിന്ന് കാക്കണേ എന്ന്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, മറക്കാതിരിക്കുക ഒരു ദുആ, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ജന്ന വഅഊദു ബിക മിനന്നാർ. അല്ലാഹു, ഞാൻ നിന്നോട് സ്വർഗം ചോദിക്കുന്നു, നരകത്തിൽ നിന്ന് കാവലിനെ തേടുന്നു. അല്ലാഹു ആ സൗഭാഗ്യവാന്മാരിൽ നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ.